ഹായ് ഫ്രണ്ട്സ്, ഓഹരി പഠന മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഒരു നല്ലൊരു സൈറ്റാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് ബിഗിനേഴ്സിനും അതുപോലെ തന്നെ എക്സ്പേർട്സിനും ഒരേ രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൈറ്റാണ്. നമുക്കവിടെ നല്ല രീതിയിലുള്ള സ്റ്റോക്ക് ടിപ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആ ടിപ്സ് എന്തുകൊണ്ടാണ് അവർ സെലക്ട് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അത് നമുക്ക് തരാനുള്ള കാരണം എന്നുകൂടി നമുക്ക് ആ ഒരു സൈറ്റിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഇതിനു മുമ്പേ നമ്മൾ പലതരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ആ സൈറ്റ് ഏതായാലും പരിചയപ്പെടാം. ഓക്കെ, അപ്പം ആ ഒരു സൈറ്റിൻ്റെ പേരാണ് ദലാൽ സ്ട്രീറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ജേണൽ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ദലാൽ സ്ട്രീറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ജേണൽ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ആ ഒരു ഓപ്ഷൻ, ആ ഒരു സൈറ്റ് വരുന്നതാണ്. ഈ സൈറ്റിൽ പലതരത്തിലുള്ള പെയ്ഡ് ആയിട്ടുള്ള എന്താ പറയുക, വീക്ക്ലി റിപ്പോർട്ട്സും അതുപോലെയെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾക്കിവിടെ ഈ ഒരു 3 ആരോ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾക്കിവിടെ റിസർച്ച് റിപ്പോർട്ട് കിട്ടും. റിസർച്ച് റിപ്പോർട്ട് സെലക്ട് ചെയ്യുവാണെങ്കിൽ താഴെ നമുക്കിവിടെ ബ്രോക്കർ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ബ്രോക്കർ റിപ്പോർട്ട് ഓപ്ഷൻ നമുക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും. ഫിൽട്ടർ നമുക്ക് കമ്പനി ബേസ്ഡ്, ഇൻഡസ്ട്രി ബേസ്ഡ്, അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പ് വെച്ചൊക്കെ നമുക്ക്, ഇല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ബ്രോക്കറോ അല്ലെങ്കിൽ അനലിസ്റ്റിനോ ബേസ് ചെയ്തിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് വൈസ് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു സൈറ്റ് പരിചയപ്പെടുന്നത് ഇതിനുള്ള റെക്കമെൻഡേഷൻ വന്നു എന്ന് കരുതി അത് ബ്ലൈൻഡ് ആയിട്ട് പോയി മേടിക്കാനല്ല. പകരം ആ ഒരു സ്റ്റോക്ക് അവർ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നമ്മൾക്ക് പരിചയമില്ലാത്ത പല സ്റ്റോക്കുകളും ഇതിനുള്ള റെക്കമെൻഡേഷൻസ് തരുന്നുണ്ടാവും. അപ്പം ഇത് ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടേതായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് എന്താ പറയുക, ഫണ്ടമെന്റലും ടെക്നിക്കൽ പരമായിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. അതിനുശേഷം മാത്രമേ നമുക്ക് ഡിസിഷൻ എടുക്കാവുള്ളൂ. ഇതൊരു ബൈ ആണോ സെല്ലാണോ, ഇല്ലെങ്കിൽ ഇത് നല്ലൊരു എൻട്രി ആണോ എന്നുള്ളതൊക്കെ നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഫണ്ടമെന്റൽ ടിപ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ സൈഡിൽ കമ്പനി നെയിം ഉണ്ട്, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ടാർഗറ്റ് പ്രൈസ് ഉണ്ട്, അതുപോലെ തന്നെ ടിപ്സ് തന്ന ഡേറ്റും പ്രൈസും ഉണ്ട്. ഓക്കെ, ഇപ്പം CMB റിട്ടേൺസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ എത്ര വർഷത്തേക്കാണ് ടൈം ഫ്രെയിം അവർ കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ബ്രോക്കർ അനലിസ്റ്റ് ആരാന്ന് വെച്ചാൽ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ലോജിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് അതിൻ്റെ റിപ്പോർട്ടും കിട്ടും. ഓക്കെ, അപ്പം ഇതിനുള്ളിൽ നിങ്ങൾ ഇപ്പം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിവിടെ താഴോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പഴയത് നമുക്കിവിടെ കാണാൻ പറ്റും, പല പേജസിലായിട്ട് കാണാൻ പറ്റും. ആ പല പേജസിലുള്ളത് എടുക്കുക. പഴയ പേജുകളിൽ, അതായത് ഒരു 2, 3, 4 മാസം അല്ലെങ്കിൽ 5 മാസങ്ങൾക്ക് മുമ്പുള്ളത് നിങ്ങളൊരു പേപ്പറിൽ എഴുതിയെടുക്കുക, സ്റ്റോക്കിൻ്റെ പേര്, അതുപോലെ തന്നെ ടിപ്സ് തന്ന ആ ഒരു അനലിസ്റ്റ് അല്ലെങ്കിൽ ബ്രോക്കിംഗ് ഫേമിൻ്റെ പേര്. അങ്ങനെ കുറേ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സക്സസ് റേഷ്യോ കൂടുതലുള്ള അനലിസ്റ്റ്, അല്ലെങ്കിൽ സക്സസ് റേഷ്യോ കൂടുതലുള്ള ബ്രോക്കിംഗ് ഫേം ഏതാണെന്ന് നിങ്ങൾക്ക് ഒരു പരിധിവരെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം അവരുടെ ടിപ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നത് കൂടുതൽ യൂസ്ഫുൾ ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇവിടെ നമുക്ക് ഇപ്പം ഇവിടെ മാരുതി, ഓക്കെ, ഇവിടെ നമുക്കിപ്പോൾ ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് ബ്രിഗേഡ് എന്റർപ്രൈസസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. റെക്കമെൻഡേഷൻ തന്നിരിക്കുന്നത് 29-ാം തീയതിയാണ്. ഓക്കെ, അപ്പം ഇവിടെ ടൈം ഫ്രെയിം 1 ഇയർ ആണ്. ബ്രോക്കർ അല്ലെങ്കിൽ അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ICICI സെക്യൂരിറ്റീസ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് വ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ICICI സെക്യൂരിറ്റീസ് റെക്കമെൻഡഡ് ബൈ അറ്റ് 249 വിത്ത് ടാർഗറ്റ് ഓഫ് 330. ഏകദേശം 30%ഓളം ഹൈക്കാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 1 ഇയർ ആണ് അവർ എക്സ്പെക്ട് പറയുന്നത്, അല്ലെങ്കിൽ 1 ഇയർ ആണ് അവർ പറയുന്നത്. 1 ഇയറിനുള്ളിൽ 30% ഹൈക്കാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഫുൾ റിപ്പോർട്ട് എടുത്ത് നോക്കുക. ഫുൾ റിപ്പോർട്ട് എടുത്ത് ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്കിവിടെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇവിടെ നമുക്ക് കാണാൻ പറ്റും, അല്ലേ. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 249, ടാർഗറ്റ് 330, ഏകദേശം 33%ഓളം അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ടാർഗറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ 12 to 18 months, അതായത് 1 year to 1.5 yearലാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഫണ്ടമെന്റൽ പരമായിട്ടുള്ളതും, ഇല്ലെങ്കിൽ അവർ ഭാവിയിൽ എക്സ്പെക്ട് ചെയ്യുന്നതിനുള്ള റീസൺസും, അതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളൊരു 34 pages ആയിട്ടുള്ള ഒരു റിസർച്ച് റിപ്പോർട്ടായിട്ട് തന്നെ അവർ തന്നിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, ഇതിനെപ്പറ്റി പഠിക്കാം, നമുക്ക് പറ്റുന്ന രീതിയിൽ ഇതിനെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇവർ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്, ഇവരുടെ ഭാവിയിലുള്ള ഇല്ലെങ്കിൽ വരുന്ന കാലങ്ങളിൽ ഇവരെന്ത് വർക്കാണ് ചെയ്യാൻ പോകുന്നത്, ഇല്ലെങ്കിൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു റെക്കമെൻഡേഷൻ തരുന്നത്, എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് അറിയാൻ പറ്റും.
അതുപോലെ തന്നെ ഈ ഒരു ബ്രിഗേഡ് എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ബിസിനസ് നടത്തുന്നവരാണ്. ഏകദേശം ബാംഗ്ലൂർ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്, നമുക്കിവിടെ കാണാൻ പറ്റും. WTC, അതായത് വേൾഡ് ട്രേഡ് സെൻറ്റർ ബാംഗ്ലൂർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കൊച്ചി വേൾഡ് ട്രേഡ് സെൻറ്റർ കൊച്ചി കൺസ്ട്രക്ഷനാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ പോലെ തന്നെ അവരുടെ റവന്യൂ ഇൻകം ടു ഗ്രോ 20% CAGR ടു എന്താ പറയുക 560.1 crore ഇൻ ഫിനാൻഷ്യൽ ഇയർ 18 to 23. അപ്പം അതിനുള്ള റീസൺസ് എല്ലാം അതിനുള്ള അവർ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാ കാര്യങ്ങളും തന്നെ അവർ എന്തുകൊണ്ടാണ് അനലൈസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു റിസർച്ച് റിപ്പോർട്ട് വായിക്കുവാണെങ്കിൽ. അതിനോടൊപ്പം തന്നെ നിങ്ങൾ അതിൻ്റെ ടെക്നിക്കൽ ലെവൽസും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ നമ്മൾ കണ്ട ബ്രിഗേഡ് എൻ്റർപ്രൈസ് എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കലാണ്. അപ്പം നമ്മൾ സ്റ്റോക്ക് എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റലും ടെക്നിക്കലും നമ്മൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. എന്തുകൊണ്ടാണ് അവർ ആ കോൾസ് തരാനുള്ള കാരണം എന്നല്ലാതെ അവർ കോൾ തന്നത് കൊണ്ട് ഞാൻ ബൈ ചെയ്തു എന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം നഷ്ടം വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു റിസർച്ച് അനലിസ്റ്റിനെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബ്രോക്കിംഗ് ഫേമിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പം നമ്മളും കൂടി കുറച്ച് കഷ്ടപ്പെടുക. അപ്പം ഈ ഒരു സ്റ്റോക്ക് ഡെയിലിയിൽ നമുക്ക് കാണാൻ പറ്റും ഏകദേശം ഏകദേശം 150 ലെവലിൽ പോയിട്ടാണ് ഇപ്പോൾ തിരിച്ച് ഈ സ്റ്റോക്ക് കയറി വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് 250 ആണ്. നമുക്ക് അവർ അക്കൗണ്ട് തന്നിരിക്കുന്നത് 249 ആണ്. ഇതിൻ്റെ വീക്ക്ലി ചാർട്ട് ഞാനിപ്പോൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഓക്കെ, ഇതിപ്പം ഇതിൻ്റെ ഈ ഒരു ലെവൽ, അതായത് 240 എന്ന് പറയുന്നത് നല്ലൊരു റെസിസ്റ്റൻസ് ലെവലായിരുന്നു. അപ്പം അത് ബ്രേക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ ഇതിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിനെ കൊണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് 320 ഇല്ലെങ്കിൽ അവർ പറഞ്ഞ ഒരു 330 ടാർഗറ്റ് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതിൻ്റെ ലൈൻ ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അല്ലേ, ഓക്കെ, ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ ആണ്. അതായത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും മുകളിൽ നിന്ന് വന്നു, താഴെ വന്നു, അതിനുശേഷം ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നു, വീണ്ടും നന്നായിട്ട് താഴോട്ട് വന്നു, വീണ്ടും ആ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു, വീണ്ടും താഴോട്ട് വന്ന് തിരിച്ച് മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. അപ്പം പാറ്റേൺസിനെ പറ്റി അറിയുന്നവർക്ക് അറിയാം ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺസ് ആണെന്ന് അറിയാം. അല്ലെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ നമ്മൾ പാറ്റേൺസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് ആണ് ഇത് വീക്ക്ലിയിൽ. പ്ലസ് നമുക്ക് ഫണ്ടമെൻ്റലി അവർ നല്ലൊരു എന്താ പറയുക റവന്യൂ ഇല്ലെങ്കിൽ സെയിൽസ് ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവർ 330 ടാർഗറ്റ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്കും ഇതിൻ്റെ ഒരു ടെക്നിക്കലി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു ടാർഗറ്റ് തന്നെ നമുക്ക് തീർച്ചയായിട്ടും വെക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഇത് നല്ലൊരു ബ്രേക്ക് ഔട്ടാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ അതിനെ ഫണ്ടമെൻ്റലി ടെക്നിക്കലിയും ഒരേ സമയം അനലൈസ് ചെയ്ത് നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നതിനെ പറ്റി തീരുമാനിക്കുക. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള റിസർച്ച് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ PDF ബുക്കുകളൊക്കെ പരമാവധി തന്നെ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പം എല്ലാവരും തന്നെ ചാനലിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക.